ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. പടിഞ്ഞാറൻ മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷണം, മരുന്ന് തുടങ്ങി എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആംബുലൻസ് സൗകര്യം വേണ്ടി വന്നാൽ ഉപയോഗിക്കാനായി സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ സഹായങ്ങളുമായി ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും ദുരിതബാധിതർക്കൊപ്പമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. KSEB, അഗ്നിരക്ഷാസേന, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ സേവനവും മുഴുവൻ സമയവും ജനങ്ങൾക്ക് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചിലർ കരകവിഞ്ഞൊഴുകി ചില പ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിന്റെ ഭാഗമായി നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതാണ്ട് 80-ൽ പരം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പൂർണ്ണമായി ചിലത് തകർന്നതുകൊണ്ട്, ഭാഗികമായി സംഭവിച്ചതുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും ജില്ലയിലെ സ്കൂളുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് രാവിലെ 9ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഞങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഡിസ്ട്രിക്ട് കളക്ടറുണ്ട്, ഇവിടുത്തെ തഹസീൽദാർ, മറ്റ് ഡോക്ടർമാർ, ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ, സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റെല്ലാ ജനപ്രതിനിധികളും വളരെ ജാഗ്രതാപൂർണമായി എല്ലാ ക്യാമ്പുകളെയും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണവും മരുന്നും ഒക്കെ എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഗവൺമെന്റ് ഭാഗത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടവും ശ്രദ്ധിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ഞങ്ങൾ പോയ ക്യാമ്പുകളിലെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ മെമ്പർമാരും എല്ലാം സജീവമായി രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ടീമിനെ പ്രത്യേകമായി അറേഞ്ച് ചെയ്ത എല്ലാ ക്യാമ്പുകളിലും കൂടുതലായി ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ ശുശ്രൂഷകളോ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ ആവശ്യ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിലുപരി ഏതെങ്കിലും രോഗിയെ ആശുപത്രികളിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ആംബുലൻസ് സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുവിൽ ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടവും ഞങ്ങൾ ജനപ്രതിനിധികളുമെല്ലാം ഇതിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇനിയും നിരവധി ക്യാമ്പുകളിൽ പോകാനുണ്ട്. അപ്പോൾ പോയ സ്ഥലങ്ങളിലെല്ലാം പൊതുവെ അംഗങ്ങൾ സംതൃപ്തരാണ്. അവരെല്ലാം ഭക്ഷണത്തിനുള്ള വക കൃത്യമായി ലഭിക്കുന്നുണ്ട്, മരുന്ന് ലഭിക്കുന്നുണ്ട്, എല്ലാവർക്കും കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി വെള്ളം എത്രയും വേഗം ഇറങ്ങിക്കിട്ടുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചുള്ള കാര്യം. i4A ന്യൂസ്, ഏറ്റുമാനൂർ.